ഇന്ത്യയുടെ ആയുധക്കരുത്തിൽ ഒരു വലിയ മുന്നേറ്റം നടത്തിയിരിക്കുന്നു. മിസൈലുകൾ കൊണ്ട് മാജിക് കാണിക്കാറുള്ള രാജ്യമാണ് ഇന്ത്യ. ആ ഇന്ത്യയുടെ ആയുധ രംഗത്ത് മിസൈൽ ആക്രമണ ശേഷിയിൽ ഒരു പുതിയ നാഴികക്കല്ല്. ആരെയും ഇനി പേടിക്കാതെ തന്നെ സമുദ്രത്തിൻ്റെ രാജാക്കന്മാരായി ഇന്ത്യക്ക് വാഴാൻ കഴിയുമെന്നുള്ള ഒരു തെളിവ് കൂടിയായില്ലേ സർ? എന്താണത്? അത് വളരെ എടുത്തു പറയേണ്ടതായ ഒരു മുന്നേറ്റമാണ് ഇന്ത്യ നടത്തിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പേര് നേവൽ ആൻറ്റി ഷിപ്പ് മിസൈൽ ഷോർട്ട് റേഞ്ച് NASM-SR എന്നാണ് പറയുന്നത്. അതായത് എയർ ലോഞ്ച്ഡ് ആൻറ്റി ഷിപ്പ് മിസൈൽ സിസ്റ്റം എന്ന് പറയും. അപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ ഒരു കപ്പൽ തകർക്കണം എന്നുണ്ടെങ്കിൽ, ശത്രു രാജ്യത്തു നിന്നുള്ള കപ്പൽ തകർക്കണം എന്നുണ്ടെങ്കിൽ എന്താ ചെയ്യുക? യുദ്ധവിമാനം അതിൽ മിസൈൽ ഫിറ്റ് ചെയ്തിട്ട് അയക്കും. അതത്ര ഇഫക്റ്റീവ് ആയിക്കൊള്ളുന്നില്ല. ഒരു യുദ്ധവിമാനത്തിന് ക്യാരി ചെയ്യാവുന്ന മിസൈലിൻ്റെ കേപ്പബിലിറ്റി കപ്പലിനെ തകർക്കാനായിട്ടുള്ള ഒരു കേപ്പബിലിറ്റി ഉണ്ടോ എന്നുള്ളത് സംശയാസ്പദമാണ് എനിക്ക്. അതല്ലെങ്കിൽ ഈ കപ്പലിനകത്ത് തന്നെയുള്ള ആർട്ടിലറി സംവിധാനവും മിസൈൽ ലോഞ്ച് സംവിധാനവും ഉപയോഗിച്ചിട്ട് വേണം അയക്കാനായിട്ടും തകർക്കാനായിട്ടും. അപ്പോൾ ഈ യുദ്ധക്കപ്പലിൻ്റെ ഒരു കാര്യമുണ്ട്. അതിനും ഈ പറഞ്ഞ പോലെ റേഞ്ച് ഉണ്ടല്ലോ, ഇത്ര ദൂരത്തിലേക്കൊക്കെ അയക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഒരു പ്രത്യേക ദൂരം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കപ്പൽ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് സമയമെടുക്കും. അപ്പോൾ അതിന് പകരം എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഹെലികോപ്റ്ററിൽ മിസൈൽസ് ഘടിപ്പിച്ച് കഴിഞ്ഞിട്ട് 2 മിസൈൽസ് അറ്റ് എ ടൈം ഘടിപ്പിച്ചിട്ടാണ് ഇന്നലെ പരീക്ഷണം നടത്തിയത് ബേ ഓഫ് ബംഗാളിൽ വെച്ച്. നമുക്ക് ഈ ബാലസോർ എന്നൊക്കെ പറഞ്ഞ സ്ഥലത്തൊരു സ്ഥലമുണ്ട്. അവിടെ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ ഒരു ടെസ്റ്റ് ഗ്രൗണ്ട് ഉണ്ട് അവിടെ. പക്ഷെ കടലിലാണ് നടത്തിയത്. ഒരു ഹെലികോപ്റ്ററിൽ 2 മിസൈൽ കണക്ട് ചെയ്തിട്ട് വിട്ടു. അതെന്നിട്ട് അതിൻ്റെ ടാർഗറ്റിലേക്ക് തുടർച്ചയായിട്ട് 2 മിസൈൽസ് നിറയൊഴിച്ചു. അത് ലക്ഷ്യസ്ഥാനത്ത് എത്തുകയും ചെയ്തു, ഇഫക്റ്റീവ് ആവുകയും ചെയ്തു. അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നവർ. അത് ഇന്നലെയാണ് നടന്നത് ബേ ഓഫ് ബംഗാളിൽ വെച്ചിട്ട്. അപ്പോൾ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ DRDO അവരുടെ കീഴിൽ കുറേ അധികം യൂണിറ്റുകളുണ്ട്. അവരെല്ലാവരും പിന്നെ ഇന്ത്യയിലെ ഏതാനും ചില ഇൻഡസ്ട്രീസും കൂടി ചേർന്ന് കഴിഞ്ഞിട്ടാണ് ഈ മിസൈൽ സിസ്റ്റം ഡെവലപ്പ് ചെയ്തെടുത്തിരിക്കണം. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഹെലികോപ്റ്റർ, അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഹെലികോപ്റ്ററിന് പറ്റൂല ഇത് ക്യാരി ചെയ്യാനായിട്ട്. അതുകൊണ്ട് ധ്രുവ എന്ന് പറഞ്ഞ് ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ഉണ്ടാക്കുന്ന ഹെലികോപ്റ്ററിൽ കണക്ട് ചെയ്തിട്ട് അയക്കാൻ പാകത്തിനുള്ള മിസൈലാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ധ്രുവ വെച്ചിട്ട് മാനുവറബിലിറ്റി ഉണ്ട് ഈ ധ്രുവ ഹെലികോപ്റ്ററിന്. നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. ഒരു എയറോബിക്സ് കളിക്കണ പോലെ ഹെലികോപ്റ്റർ കണ്ടിട്ടുണ്ട്. ഹെലികോപ്റ്റർ വെർട്ടിക്കൽ ടേക്ക് ഓഫ് ആൻഡ് വെർട്ടിക്കൽ ലാൻഡിങ്ങിനെ പറ്റും. അത് കഴിഞ്ഞാൽ പിന്നെ അത് എന്താ പറയുക, കുത്തനെ പൊങ്ങുകയോ കുത്തനെ താഴുകയോ അങ്ങനെയുള്ള ഫെസിലിറ്റീസ് ഒന്നും ഹെലികോപ്റ്റേഴ്സിന് വളരെ അപൂർവമാണ്. ഈ ഹെലികോപ്റ്ററിന് അതിനുള്ള ഫെസിലിറ്റി ഉണ്ട്. മാനുവറബിലിറ്റി എന്ന് അതിന് പറയാം. നമുക്ക് എങ്ങനെ വേണമെങ്കിലും നമ്മുടെ ഇഷ്ടത്തിനകത്തനുസരിച്ചിട്ട് വിമാനം തിരിക്കുകയോ വളയ്ക്കുകയോ ഓടിക്കുകയോ ഒക്കെ ചെയ്യാം. അപ്പോൾ അതിൻ്റെ കൂടെ ഈ മിസൈൽ കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഷിപ്പിൻ്റെ ഹള്ളുണ്ട്. അപ്പോൾ ആ വെള്ളത്തിന് മുകളിലുള്ള ആ ഒരു ലൈൻ, അതിന് മുകളിലുള്ള സ്ഥലത്തേക്ക് എവിടേക്ക് നമുക്ക് മിസൈൽ പ്രയോഗിക്കാം. അത് ഇഫക്റ്റീവായിട്ട് കൊള്ളും, കപ്പൽ തകരുകയും ചെയ്യും. അപ്പം ആ രീതിയിൽ ഒരു വലിയ നേട്ടം തന്നെ ആണെന്ന് പറയാം ഇത്. ഇനിയിപ്പോൾ പുതിയ യുദ്ധവിമാനങ്ങൾ ഇതിനു വേണ്ടി ഉപയോഗിക്കേണ്ടി വരില്ല. ഇപ്പോൾ ഹെലികോപ്റ്ററിന് കുറച്ചുകൂടി വെയിറ്റ് ക്യാരിയിങ് കപ്പാസിറ്റി ഉണ്ട്. അപ്പം മിസൈൽസിന് ഭാരം ഉണ്ടെങ്കിലും അത് ഹെലികോപ്റ്ററിനെ സംബന്ധിച്ചിടത്തോളം അഡ്വാൻറ്റേജ് ആണ്. അത് അവർക്ക് കടലിലേക്ക് പോകുമ്പോൾ മിസൈലുമായിട്ട് പോകാൻ സാധിക്കും. 2 മിസൈൽ കാലക്രമേണ അതിൻ്റെ നമ്പർ ഓഫ് മിസൈൽസിൻ്റെ എണ്ണം കൂട്ടിയായിരിക്കും അവർ. അതായത് യുദ്ധവിമാനങ്ങൾ എന്ന് പറഞ്ഞാൽ അതിവേഗത്തിൽ പറക്കുന്നതാണ്. മിന്നൽ വേഗത്തിൽ പറന്നുപോയി ആക്രമണം നടത്തി തിരിച്ചു വരുന്ന ഇതാണ് യുദ്ധവിമാനങ്ങൾ എന്ന് പറയുന്നത്. പക്ഷേ ഈ ഹെലികോപ്റ്ററുകൾ എന്ന് പറയുന്നത് അത്രയേറെ വേഗത്തിലായിരിക്കില്ല പോകുന്നത്. അല്ല, ഇതിന് സ്പീഡിൻ്റെ പ്രശ്നമില്ല. പക്ഷെ ഓൺലി തിങ് അത് മിസൈൽ ലോഞ്ച് കഴിഞ്ഞിട്ട് ആക്യുറസി ഉണ്ട്. അത് കഴിഞ്ഞിട്ട് അതിനെ രക്ഷപ്പെടുകയും വേണം. അതെ, അവരുടെ പ്രത്യാക്രമണം ഏൽക്കാതെ, മറ്റ് കപ്പലുകളിൽ നിന്നും പ്രത്യാക്രമണം ഏൽക്കാതെ, ഈ ശത്രു കപ്പലുകളിൽ നിന്നും ടാർഗറ്റിൽ നിന്നും തിരിച്ച് പ്രത്യാക്രമണം ഏൽക്കാതെ അതിന് ലക്ഷ്യസ്ഥാനത്തേക്ക്, അതിൻ്റെ പുറപ്പെട്ട ഉത്ഭവ സ്ഥാനത്തേക്ക് അതിനും തിരിച്ചു വരാൻ പറ്റണം. സാധാരണഗതിയിൽ ഇത്തരം മിസൈലുകൾക്ക് ഒരു പേരിടുമല്ലോ ഇന്ത്യ. ആ നാമകരണം കഴിഞ്ഞിട്ടുണ്ടോ ഇതുവരെ? ഇപ്പോൾ തൽക്കാലം പറഞ്ഞിരിക്കുന്ന നാഷണൽ ആൻറ്റിഷിപ്പ് മിസൈൽ ഷോർട്ട് റേഞ്ച് NASM-SR എന്നാണ് പറഞ്ഞേക്കണേ. ഇനിയിപ്പോൾ ഒരു കാലക്രമേണ അവർ ഇടുമായിരിക്കും മിക്കവാറും. ഇത് അന്തരീക്ഷത്തിൽ നിന്നും കപ്പലിലേക്ക് ഉള്ള എയർ ടു സീ മിസൈലാണ്. അത് ആ ഒരു പ്രത്യേകതയുണ്ട് ഇതിന്.
അതുപോലെ തന്നെ നമ്മുടെ ഇപ്പോൾ മാറി വരുന്ന ഒരു മറൈൻ അറ്റാക്കിൻ്റെ അല്ലെങ്കിൽ ഒരു മറൈൻ ഡിഫൻസ് സിസ്റ്റത്തിൻ്റെ ഏറ്റവും അനിവാര്യമായ ഒരു ഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത് എന്നുള്ളത്. ഇപ്പം തന്നെ ലോകത്തിലെ മറൈൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ സമുദ്രമേഖല എന്ന് പറയുന്നത് ഏറ്റവും ക്രൂഷ്യലായിരിക്കുന്ന കാലഘട്ടം കൂടിയാണ്. അതായത് ഹോർമൂസിലെ കപ്പലുകളുടെ പ്രശ്നം, അമേരിക്കയുമായിട്ടുള്ള തർക്കം, ഇതിലെല്ലാം തന്നെ വലിയ പ്രാധാന്യം സമുദ്ര മേഖലയിലുള്ള യുദ്ധപ്രാവീണ്യത്തിൽ ആർക്കാണോ മുഖേ പുലർത്താൻ കഴിയുന്ന, ആർക്കാണോ അപ്പർ ഹാൻഡ്, അവർക്ക് വിജയം സാധ്യമാണെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ആ ഒരു ഘട്ടത്തിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലാക്കാമല്ലേ? തീർച്ചയായിട്ടും. ഇപ്പോൾ ഈ നമുക്ക് അറിയാമല്ലോ, ഇറാൻ ഒരു വശത്തും ഇസ്രായേലും അമേരിക്കയും വേറൊരു വശത്ത് നിന്നിട്ടുള്ള ഒരു കടൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൂടാതെ ഗൾഫ് ഓഫ് ഹോർമസ് കടലിടുക്കിൽ അവർ ബ്ലോക്കേഡ് ഉണ്ട്. ഇറാനാണെങ്കിൽ ഹോർമസ് സ്ട്രൈറ്റിൽ കൂടി പോകാനായിട്ട് മറ്റ് കപ്പലുകളായിട്ട് അനുവദിക്കണമില്ല. അതുവഴി പോകുന്ന കപ്പലുകൾക്ക് നേരെ അവർ ആക്രമണം നടത്താറുണ്ട് ഈ ഇറാനിയൻ പട്ടാളം. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു ഹെലികോപ്റ്റർ, ഇങ്ങനെ ഒരു സംവിധാനം ഉള്ളത് ഇന്ത്യക്ക് വളരെയധികം അഡ്വാൻറ്റേജ് ആയിരിക്കും. കാരണം നമ്മുടെ ഇപ്പോൾ എണ്ണ നിറച്ചിട്ട് വരുന്ന കപ്പലിനെ ഒരു മിസൈൽ ബോട്ട്, എന്താ പറയുന്നത്, ഡിസ്ട്രോയറോ എന്തെങ്കിലും അക്കമ്പനി ചെയ്യുകയാണെങ്കിൽ അതിൽ നിന്നും പറന്നു പൊങ്ങാവുന്ന ഹെലികോപ്റ്റർ ആയിരിക്കും ഈ മിസൈൽ ക്യാരി ചെയ്യാനായിട്ട് ഉപയോഗിക്കണം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് യുദ്ധവിമാനം ഒന്നും മെനക്കെടുത്തേണ്ട ആവശ്യമില്ല. അവർക്ക് ഈ ഹെലികോപ്റ്റർ തന്നെ, അതും സ്വദേശ നിർമ്മിതമായ ഹെലികോപ്റ്റർ, ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ്, ഹിന്ദുസ്ഥാൻ എയർക്രാഫ്റ്റ് ലിമിറ്റഡ് നിർമ്മിച്ച ഹെലികോപ്റ്റർ, ധ്രുവ ഈ ഹെലികോപ്റ്റർ തന്നെ ഉപയോഗിക്കാനായിട്ട് വളരെ എളുപ്പമാണ് താനും. കോമ്പാക്ട് ഹെലികോപ്റ്റർ. അതെ അതെ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇന്ത്യ ഒരു വലിയ വിജയമാണ്, ഒരു കാൽവയ്പ്പാണിത്. അതും ആരുടെയും സഹായം കൂടാതെ നമ്മുടെ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ, അവരുടെ അനുബന്ധ സ്ഥാപനങ്ങളുണ്ട്, 4-5 അനുബന്ധ സ്ഥാപനങ്ങളുണ്ട്. മെറ്റീരിയൽ ഡെവലപ്മെൻറ്റ്, അങ്ങനെയൊക്കെയുള്ള കുറേ ലബോറട്ടറീസ് ഉണ്ട്. അവരെല്ലാവരും കൂടി ചേർന്നിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഏതായാലും ഇന്ത്യയിൽ ഏതാനും 1-2 സ്വകാര്യ ഇൻഡസ്ട്രിയൽ യൂണിറ്റ്സും ഇതിനകത്ത് ഭാഗമാണ്. അതായത് നമ്മൾ നേരത്തെ ഓപ്പറേഷൻ സിന്ധുവിൻ്റെ സമയത്ത് കണ്ടതാണ്. നമ്മളുടെ വിമാനങ്ങൾ ഉയർന്നു നിന്ന് നമ്മളുടെ അതിർത്തിക്കകത്ത് നിന്നുകൊണ്ട് തന്നെ ഈ മിസൈലുകൾ വർഷിക്കുന്ന, പാകിസ്ഥാനകത്തേക്ക് മിസൈൽ വർഷിക്കുന്നു. ഇപ്പോൾ നമ്മുടെ ഈ ഹെലികോപ്റ്ററിൽ നിന്ന് തന്നെ മിസൈൽ അയക്കാമെന്നുള്ള ഒരു ടെക്നോളജി കൂടി വികസിപ്പിച്ചതോടെ നമ്മുടെ അതിർത്തി മേഖലകളിൽ ഉയർന്നു നിന്നുകൊണ്ട് തന്നെ നമുക്ക് ശത്രുരാജ്യത്തിനുള്ളിലേക്ക് കൂടി ആക്രമണം നടത്താനുള്ള ഒരു കേപ്പബിലിറ്റി ഇതിന് കൈവരിക്കാൻ കഴിയും. തീർച്ചയായിട്ടും അതാണ് ഇതിൻ്റെ ഏറ്റവും അഡ്വാൻറ്റേജ്. നമുക്ക് അങ്ങോട്ടേക്ക് പോകേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് അവർ ഹെലികോപ്റ്റർ ഉപയോഗിക്കുന്നത്. ഹെലികോപ്റ്ററിന് അങ്ങനെ ഒരു ഇതുണ്ട്. ഈ കപ്പലിൽ നിന്നും പറന്നു പൊങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതിൽ ബേസിൽ നിന്നും പറന്നു പൊങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അധികം ദൂരം പോവാതെ തന്നെ ഒരു സേഫ് ഡിസ്റ്റൻസിൽ നിന്ന് നിറയൊഴിക്കാൻ സാധിക്കും. മിസൈൽസ് ലോഞ്ച് ചെയ്യാൻ പറ്റും. പിന്നെ വേറൊന്ന്, യുദ്ധവിമാനത്തിന് എപ്പോഴും ഒരു ലിമിറ്റേഷൻ ഉണ്ട്. അൺസർട്ടനിറ്റി എന്ന് പറയുന്നൊരു ഘടകം അതിനകത്തുണ്ട്. അതേസമയം ഹെലികോപ്റ്ററിന് ആ പ്രശ്നം ഇല്ലാതാണ്. അപ്പോൾ അത് നമ്മുടെ യുദ്ധവിമാനങ്ങളെ സുരക്ഷിതമാക്കാനും സേഫ് ഗാർഡ് ചെയ്യാനായിട്ടുള്ളൊരു സംവിധാനം കൂടിയാണത്. അതുപോലെ തന്നെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കപ്പലുകളുടെ കാലനായിട്ട് മാറാൻ കഴിവുള്ള ഒരു കപ്പൽ. അതായത് നമ്മളുടെ എയർക്രാഫ്റ്റ് കാരിയറുകളെ നമ്മളൊരു മേഖലയിലേക്ക് അയച്ചുകൊണ്ട് നമുക്ക് ആക്രമണം നടത്തേണ്ടതില്ല. ഇപ്പോൾ ആക്രമണം നടത്തണമെങ്കിൽ വിമാനങ്ങളിൽ ചെന്നിട്ടാണ് ആക്രമണം നടത്തേണ്ടത്. അത് വേണ്ട, ഒരു ചെറിയ കപ്പൽ പോയാൽ മതി. ആ കപ്പലിൽ 1-2 ഹെലികോപ്റ്ററുകൾ ഇത്തരത്തിലുണ്ടെങ്കിൽ, ധ്രുവ് ഉണ്ടെങ്കിൽ, അതിൽ നിന്നുകൊണ്ട് തന്നെ മിസൈൽ അയക്കാം. 2 മിസൈൽ അയച്ച് കഴിഞ്ഞതിന് ശേഷം വീണ്ടും വന്ന് റീലോഡ് ചെയ്ത് അടുത്തത് അയക്കാൻ കഴിയുമെന്നുള്ളതുണ്ട്. അപ്പോൾ കപ്പലുകളുടെ ആക്രമണത്തിൽ ഏത് വിധത്തിൽ വന്നാലും കാലനായി മാറാൻ കഴിയുന്ന ഒരു ടെക്നോളജി, ഇല്ലെങ്കിൽ ഒരു ചുവട് കൂടിയാണ് ഇന്ത്യ വെച്ചിരിക്കുന്നത്. അതെ, അത് മാത്രമല്ല, 1971 ഇന്ത്യൻ നേവിക്ക് ഇത്ര വലിയ സാങ്കേതിക സംവിധാനമൊന്നും ഉണ്ടായിരുന്നില്ല. ആകെ കൂടി ഉണ്ടായിരുന്ന 2ാം ലോക മഹായുദ്ധത്തിൽ ഉപയോഗിച്ച് ബ്രിട്ടൻ തള്ളിക്കളഞ്ഞ ഒരു കപ്പലുണ്ടായിരുന്നു. അതാണ് INS വിക്രാന്ത്, നമ്മുടെ എയർക്രാഫ്റ്റ് കാരിയർ, നമുക്ക് ആയിക്കൂടി കാണിക്കാനുള്ളത്. അതിപ്പോൾ ഡിസ്മാൻഡിൽ ചെയ്തു, അത് മ്യൂസിയം ആക്കുന്നൊക്കെ പറഞ്ഞത് ഡിസ്മാൻഡിൽ ചെയ്തു. പക്ഷെ അന്ന് ഈ കറാച്ചി തുറമുഖമൊക്കെ ആക്രമിക്കാനായിട്ടും അവിടെ നിന്ന് വരുന്ന ശത്രു കപ്പലുകളെ തടയാനായിട്ടും ഇന്ത്യക്ക് ഉണ്ടായിരുന്ന ഏക മാർഗം എന്തായിരുന്നു അറിയുമോ? ഗൺ ബോട്ടുകളാണ്. ചെറിയ ബോട്ടുകൾ എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വലിയ കപ്പലിൽ വലിച്ച് കെട്ടിക്കൊണ്ട് പോയി കഴിഞ്ഞിട്ട് കറാച്ചിക്ക് ഒരു 10-20 കിലോമീറ്റർ ദൂരെ വെച്ചിട്ട് അഴിച്ചിടും ഈ ബോട്ടുകൾ പോയിട്ട് കറാച്ചി തുറമുഖം പോയി ആക്രമിച്ചിട്ട് തിരിച്ചു വന്നു. അതിനുള്ള ഫ്യൂവല് കപ്പാസിറ്റി അതിനകത്ത് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ എന്നിട്ടും കൂടി
ഈ ഗൺ ബോട്ട് കൊണ്ട് അവർ ഇത്രയൊക്കെ ചെയ്തു എന്നുള്ളത് അറിഞ്ഞിട്ട് അമേരിക്ക വരെ അത്ഭുതപ്പെട്ടു പോയി എന്നാണ് പറയുന്നത്. അന്നത്തെ സൈനിക കമാൻഡർമാർ പറയും നമ്മൾ ഈ ചെറിയ ബോട്ടുകൾ വെച്ചിട്ട് ഗൺ ബോട്ടുകൾ എന്ന് അത് അറിയപ്പെടുന്നത് അത്ര ഇത്രയൊക്കെ നേടിയെന്ന് പറഞ്ഞിട്ട് അമേരിക്ക പ്രതീക്ഷയില്ല അത് ഇങ്ങനെയും ഉപയോഗിക്കാൻ പറ്റുമോ എന്നാണ് അവർ ചോദിച്ചത് അത്ര. അതെ, പലപ്പോഴും ഇന്ത്യ പരിമിതികളിൽ നിന്നുകൊണ്ട് വിസ്മയങ്ങൾ കാണിച്ചിട്ടുള്ള ഒരു രാജ്യമാണ്. അതുപോലെ റഷ്യ അന്നത്തെ സോവിയറ്റ് യൂണിയൻ ഇന്ത്യക്ക് നൽകിയ ഹെലികോപ്റ്റർ വെച്ചിട്ടാണ് ഇന്ത്യ പാകിസ്ഥാനെ ആക്രമിച്ച് 1971 യുദ്ധത്തിലെന്ന് പറഞ്ഞിട്ട് സോവിയറ്റ് യൂണിയൻകാർ കൂടി ഭയങ്കര അതിശയമായി. കാരണം അവർ ട്രാൻസ്പോർട്ട് മെൻ ആൻഡ് മെറ്റീരിയൽസ് ട്രാൻസ്പോർട്ടിന് വേണ്ടിയിട്ടാണ് ഈ ഹെലികോപ്റ്റർ ഉപയോഗിച്ചിരുന്നത്. അത് ആക്രമിക്കാൻ വേണ്ടിയിട്ട് അന്നേ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു ഇന്ത്യൻ പട്ടാളം, ഇന്ത്യൻ ആർമി, ഇന്ത്യൻ നേവിയൊക്കെ. അപ്പോൾ അതൊരു വലിയ എന്താ വെല്ലുവിളികളെ അവസരങ്ങളായിട്ട് മാറ്റാനായിട്ട് ഇന്ത്യൻ പ്രതിരോധ സേനയ്ക്കും ഇന്ത്യയിലെ മറ്റ് മേഖലകൾക്കും ഇപ്പോൾ അണുശക്തി കമ്മീഷനാണെങ്കിലും ISROയ്ക്കൊക്കെ ആണെങ്കിലും അതിൻ്റെ പ്രത്യേക കഴിവുണ്ട് അവർക്ക്. അത് അവർ നന്നായിട്ട് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെയാണ് ഇന്ത്യ ഈ മേഖലയിൽ വളരെയധികം മുൻപന്തിയിൽ എത്തിയിരിക്കുന്നത്.